കേരളത്തിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടുള്ള ജുഡീഷ്യറിയുടെ ഒരു വലിയ താക്കീതാണ് ഈ വിധി. ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്ത രണ്ട് ചെറുപ്പക്കാരെ, ഒരു നാട് മുഴുവൻ സ്നേഹിച്ച രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കണ്ണീച്ചോരയില്ലാത്ത കൊലപാതകത്തിന് ഒരു പരിധിവരെ നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ നെറിവുകേടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വിധി. പൊതുഖജനാവിൽ നിന്ന് CPM ക്രിമിനലുകൾക്ക് വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ അവിടെ പിണറായി സർക്കാരിൻ്റെ നിലപാട് വേട്ടക്കാർക്കൊപ്പമാണ് എന്നു മാത്രമല്ല, ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ സർക്കാർ ആ ചെറുപ്പക്കാർക്കെതിരെ ഈ കൊടും ക്രൂരത കാണിച്ച ക്രിമിനലുകളുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ വിധിയോടുകൂടി പിണറായി ഗവൺമെൻറ്, ഈ ഭരണകൂടം, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, ഈ പണം, ഇതിനു വേണ്ടി വാദിക്കാൻ ഉപയോഗിച്ച പണം പൊതുഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണം. ഈ രണ്ട് ചെറുപ്പക്കാർക്ക് പകരം വയ്ക്കാൻ ഒന്നും സാധിക്കില്ല, അവരുടെ കുടുംബങ്ങൾക്കൊന്നും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ വിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ, കേരളത്തിലെ അമ്മമാർ ഉറ്റുനോക്കിയ ഒരു വലിയ വിധിയാണ്. ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. അതെ, കോൺസ്പിറസി ഫാക്ടർ തെളിയിക്കപ്പെട്ടു എന്നുള്ളത് CPM ഇനിയെങ്കിലും അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കോൺസ്പിറസി ഫാക്ടർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിലാണ് പലപ്പോഴും CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ രക്ഷപ്പെടുന്നത്. നമുക്കറിയാം, TPയുടേതാണെങ്കിലും ഷുക്കൂറിൻ്റേതാണെങ്കിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കോൺസ്പിറസി നടത്തുന്ന, ഗൂഢാലോചന നടത്തുന്ന നേതാക്കന്മാർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഈ CBI കോടതി വിധിയോടുകൂടി കോൺസ്പിറസി ഫാക്ടർ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മുൻ MLA ശ്രീ KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗവാക്കാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇത് രാഷ്ട്രീയ കേരളത്തിനുള്ള ഒരു വലിയ സൂചനയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.